ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള കീ ഡെവലപ്മെന്റ്സ് ആണ് നോക്കുന്നത്. ഡിഫൻസ് പ്രൊഡക്ഷൻ സെക്രട്ടറി സഞ്ജീവ് കുമാർ പറഞ്ഞിരിക്കുന്നത് തേജാസ് MK-1A എയർക്രാഫ്റ്റ് ഫൈറ്റർ ജെറ്റ് ഇത് എത്ര സ്ലോ പ്രോസസ് ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്ങനെയെങ്കിലും ഈ വർഷം ഞാൻ ഈ പ്രോജക്റ്റ് കൃത്യമായിട്ട് സേനയിൽ എത്തിച്ചിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുള്ളിയുടെ ഒരു വാക്കായിട്ട് തന്നെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. എനിവേ നമുക്ക് കാത്തിരുന്ന് കാണാം. GE കമ്പനിയും കൂടി വിചാരിക്കണമല്ലോ. താമസിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും ഞാൻ ഈ വർഷം തന്നെ അതിൻ്റെ ഡെലിവറി ഉറപ്പാക്കും എന്നാണ് സഞ്ജീവ് കുമാർ പറഞ്ഞിരിക്കുന്നത്. ഭാരത് ഫോർജ് എന്ന് പറഞ്ഞ കമ്പനി ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡു അടുത്ത പ്രോജക്റ്റ് ഒരു AMCA പ്രോജക്റ്റ് ഓൾറെഡി അവിടെ പോയി കഴിഞ്ഞു. 16,000 കോടിയുടെ പ്രോജക്റ്റ്. അപ്പോൾ അതാ ഭാരത് ഫോർജ് അടുത്ത ആന്ധ്രാപ്രദേശിൽ ഗ്യാസ് ടർബൈൻ യൂണിറ്റിൻ്റെ ഫെസിലിറ്റി ലോഞ്ച് ചെയ്യുകയാണ്. അവിടെ മെറൈൻ ഗ്യാസ് ടർബൈൻ എഞ്ചിൻ ഫെസിലിറ്റിയാണ് അവിടെ ലോഞ്ച് ചെയ്യുന്നത്. ഇന്ത്യയും സൗത്ത് കൊറിയയും തമ്മിൽ ലാൻഡ്മാർക്ക് ഡിഫൻസ് ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട്. ഇന്നലെ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് സൗത്ത് കൊറിയ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എഗ്രിമെന്റ് സിയോളിൽ വെച്ചിട്ടാണ് സൈൻ ചെയ്തത്. സൗത്ത് കൊറിയയുടെ ക്യാപിറ്റലായിട്ടുള്ള സിയോളിൽ വെച്ചിട്ടാണ് ഇത് സൈൻ ചെയ്തിരിക്കുന്നത്. സൈബർ സെക്യൂരിറ്റി ട്രെയിനിങ്, UN പീസ് കീപ്പിംഗ് മിഷൻ, ഡിഫൻസ് ഇൻഡസ്ട്രി കൊളാബറേഷൻ, ഡിഫൻസ് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട കൊളാബറേഷൻ, പല മേഖലകളിലും പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ കൊളാബറേറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഡിഫൻസ് മാനുഫാക്ചറിങ് സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു പദ്ധതിയാണിത്. ആ പദ്ധതിക്ക് കീഴിലാണ് സൗത്ത് കൊറിയയെ കൊണ്ടുവരുന്നത് ഇന്ത്യ. അതുപോലെ ഇൻഡോ പസഫിക്കിൽ ചേർന്ന് പ്രവർത്തിക്കാനും ധാരണയായിട്ടുണ്ട്. ഇന്ത്യൻ ആർമി VR ബേസ്ഡ് ഏരിയൽ ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി ഇൻടാക്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ആർമി. എന്തെല്ലാം ഇതിനകത്ത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ ഇതിനകത്ത് C-17 വരും, C-130J വരും, അതേപോലെ തന്നെ ചിന്നൂക്ക് ഹെലികോപ്റ്റേഴ്സ് വരും. ഇതെല്ലാം ഈ VR കോർഡിനേറ്റ് ചെയ്ത് കൃത്യമായിട്ട് ഇൻടാക്ട് ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ ആർമിയിൽ. ആഗ്രയിലാണ് ഈ VR ബേസ് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ ഈ ഡെലിവറിയും കാര്യങ്ങളെല്ലാം തന്നെ VR വിർച്വൽ ബേസിസിൽ നമുക്ക് കൃത്യമായിട്ട് ഇത് മോണിറ്റർ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ ബേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയും വിയറ്റ്നാമും തമ്മിൽ ജോയിന്റ് മിലിറ്ററി ഹാർഡ്വെയർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യ വിയറ്റ്നാമിനെ കരുതുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫൻസ് പാർട്ട്ണർഷിപ്പാണ് മെയിനായിട്ട് വിയറ്റ്നാമുമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഫിലിപ്പൈൻസിന് കൊടുത്തതുപോലെയുള്ള ഒരു സപ്പോർട്ടാണ് വിയറ്റ്നാം ഇന്ത്യയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ബ്രഹ്മോസ് അതൊക്കെ അവർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രൈം മിനിസ്റ്റർ മോദിയുടെ ഇറ്റലി വിസിറ്റ്, ഇതിൽ ഇറ്റലിയിൽ പല നേതാക്കളെയും കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഇൻഡോ മെഡിറ്ററേനിയൻ പാർട്ട്ണർഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നത്. മെഡിറ്ററേനിയൻ നമുക്ക് വളരെ വലുതാണ്. അവിടെയാണ് ഇറ്റലി, ഗ്രീസ്, ഇസ്രായേൽ, സൈപ്രസ്, 4 രാജ്യങ്ങളും ഇന്ത്യക്ക് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന 4 രാജ്യങ്ങളാണ്. ഈ 4 രാജ്യങ്ങളുമായിട്ടും ഇന്ത്യ വളരെ ശക്തമായിട്ടുള്ള ബന്ധം വെച്ച് പുലർത്തുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം മറ്റൊരു സൈഡിൽ തുർക്കി നമ്മളുടെ തലപ്പത്ത് കിടക്കുന്ന പാകിസ്ഥാനെ വന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അനാവശ്യമായിട്ട് ഇന്ത്യയുടെ ശത്രുത പിടിച്ചു പറ്റിയ ഒരു രാജ്യമാണ് തുർക്കി. ഈ തുർക്കി മെഡിറ്ററേനിയൻ ഏരിയയിൽ കിടന്ന് കളിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൃത്യമായിട്ടുള്ള ഡിഫൻസീവ് സ്ട്രാറ്റജി എടുത്തുകൊണ്ടാണ് മെഡിറ്ററേനിയൻ ഏരിയയിൽ ഇറങ്ങിയിരിക്കുന്നത്. നാളെ യൂറോപ്പിന്റെ കച്ചവടം ഇതേ മെഡിറ്ററേനിയനിലൂടെ നടക്കേണ്ടതാണ്. ഇസ്രായേലിന്റെ ഹൈഫ പോർട്ടിൽ നിന്നും ഇന്ത്യയുടെ പ്രോഡക്റ്റുകൾ ഇതേ മെഡിറ്ററേനിയനിലൂടെ ഒരു പ്രശ്നങ്ങളും കൂടാതെ ഗ്രീസിലേക്കും ഇറ്റലിയിലേക്കും അതുവഴി യൂറോപ്പിലെ പല രാജ്യങ്ങൾക്കും എത്തിപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അതിന്റെ എക്സ്പാൻഷന്റെ ഭാഗമാണ് നാളെ യൂറോപ്യൻ യൂണിയന്റെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഓക്കെ ആയി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി സാധനങ്ങൾ കയറ്റി അയക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ത്യയുടെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഇൻഡോ മെഡിറ്ററേനിയൻ പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത്. വിപ്രോ എയറോസ്പേസ് എന്ന് പറഞ്ഞ കമ്പനി അവരുടെ ദേവനഹള്ളി ഫെസിലിറ്റിയിൽ ആക്യുറേറ്ററും ലാൻഡിംഗ് ഗിയറും മാനുഫാക്ചറിങ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് എയർക്രാഫ്റ്റ്സിൻ്റെ കമ്പോണൻസ് ആണ്. എയർക്രാഫ്റ്റിൻ്റെ കമ്പോണൻസ് മാനുഫാക്ചറിങ് ചെയ്യാൻ അവിടെ തയ്യാറായിരിക്കുകയാണ്. ഹംഗറിയെ സംബന്ധിച്ചിടത്തോളം ദ ചോയ്സ് ബിറ്റ്വീൻ റഷ്യ ഓർ യൂറോപ്പ് അത് ഇപ്പോഴും ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. കാരണം ഇത് രാഷ്ട്രീയക്കാരുടെ, അതായത് പൊളിറ്റീഷ്യൻസിൻ്റെ മാത്രം അജണ്ടയിൽപ്പെട്ട കാര്യമല്ല. ഇത് ആ രാജ്യത്തിൻ്റെ ജനങ്ങളെയും കൂടി ബാധിക്കുന്ന വിഷയമാണ്. ആ രാജ്യത്തിൻ്റെ ജനങ്ങളിൽ ഏതാണ്ട് 50% ആൾക്കാർക്ക് റഷ്യയും ബാക്കിയുള്ള 50% ആൾക്കാർക്ക് ഉക്രൈനും എന്നുള്ള നിലപാടാണ് ഉള്ളത്. അപ്പം അതുകൊണ്ട് ആ രാജ്യത്തിൻ്റെ തലപ്പത്ത് വരുന്ന ആൾക്കാർക്ക് തലവേദന തന്നെയാണ്. വിക്ടർ ഓർബൺ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉക്രൈനെതിരെ ഒരു നിലപാട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ റഷ്യയെ അനുകൂലിച്ചുകൊണ്ടുള്ള നിലപാട് എടുത്തിട്ടില്ല. എന്നിട്ടും പുള്ളിക്കാരൻ പരാജയപ്പെടുകയാണ് ചെയ്തത്. ഈവൻ ദോ ട്രംപിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നിട്ടും അമേരിക്കയുടെ പിന്തുണ ലഭിച്ചിട്ടും വിക്ടർ ഓർബൺ പരാജയപ്പെടുകയാണ് ചെയ്തത്. ആ സാഹചര്യത്തിലാണ് പുതിയ പ്രസിഡന്റ് പീറ്റർ പുള്ളിക്കാരൻ ഇപ്പോൾ ആ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നത്.
ഇത് ഹംഗറിയിൽ മാത്രമല്ല സ്ലോവാക്യയിലും ഈ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യൻ റെയിൽവേ ഹൈ സ്പീഡ് ബുള്ളറ്റ് ട്രെയിനിൻ്റെ ഒരു മാതൃക വിർച്വൽ വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. അത് ഇതേ മാതൃകയിൽ തന്നെയാണ് ഇത് പണിയാൻ പോകുന്നത്. മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് ബുള്ളറ്റ് ട്രെയിൻ, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നത്. POK മേഖലയിൽ ഭയങ്കര പ്രതിഷേധം നടക്കുകയാണ്. പാകിസ്ഥാൻ സർക്കാരിനെതിരെ തന്നെയാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ നോക്കേണ്ടതില്ല. കാരണം ഇതിലൊരു കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ യുവമാർ ഇങ്ങനെ ഒരു സമയമാകുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടിയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കും. പിന്നീട് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് അവരവരുടെ പണി നോക്കി പോകും. ഇത് സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഇനി നാളെ അവിടെ എങ്ങാനും പൊട്ടിത്തെറി എങ്ങാനും സംഭവിച്ച് കുറേ എണ്ണങ്ങൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു വലിയ വാർത്തയായി തീരാനുള്ള സാധ്യതയുണ്ട്. കാരണം പാകിസ്ഥാനാണ്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. POK ഇന്ത്യക്ക് അവകാശപ്പെട്ട സ്ഥലമാണ്, എന്നാലും പാകിസ്ഥാൻ്റെ കയ്യിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് നമ്മൾ അതിനെ അങ്ങനെ കണ്ടാൽ മതി. അവിടെ എന്തായാലും പ്രതിഷേധം കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നടക്കുന്നുണ്ട്. തെഹ്റാൻ പറഞ്ഞിരിക്കുന്നത് റെഡി ഫോർ വാർ. ട്രംപ് പറഞ്ഞിരിക്കുന്നത് അമേരിക്ക എസെൻഷ്യലി ടേക്കൺ ഓവർ ഇറാൻ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇത് മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റേറ്റ്മെന്റ് വിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ ഉള്ളിൽ പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെ എല്ലാം ഇമീഡിയറ്റ് ആയിട്ട് തൂക്കിക്കൊന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് ക്വിക്കായിട്ട് അവർ ഈ തീർപ്പ് നടപ്പാക്കുന്നതായിട്ടാണ് വാർത്തകൾ വരുന്നത്. അതുപോലെ തന്നെ IRGCയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ലോകത്ത് പല രാജ്യങ്ങളിലും, പല മുൻനിര രാജ്യങ്ങളിലും ഇൻക്ലൂഡിങ് അമേരിക്ക, UK, UAE പോലത്തെ രാജ്യങ്ങളിലൊക്കെ ഇവർ കമ്പനി ഫോം ചെയ്തിട്ട് അതിലൂടെ IRGCക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ കടത്തുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി റിപ്പോർട്ട് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ UK പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലണ്ടൻ ആസ്ഥാനമാക്കിയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഫണ്ടിങ് ഏതൊക്കെ രീതിയിൽ ഈ ഭീകരവാദികൾക്ക് എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറാൻ്റെ സ്റ്റേറ്റ് TV ടെലിവിഷൻ അവർ എങ്ങനെ തോക്ക് ഉപയോഗിക്കണം, തോക്ക് കൈകാര്യം ചെയ്യുന്ന രീതികൾ, ഇതെല്ലാം തന്നെ അവർ വീഡിയോയിലൂടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതും പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ. അതായത് യുദ്ധം വന്നു കഴിഞ്ഞാൽ ആർക്ക് വേണേലും തോക്കെടുത്ത് നിസ്സാരമായിട്ട് വെടിവെക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യുകയാണ്. ഇത് ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു ചാനൽ, അതായത് ഒരു രാജ്യത്തിൻ്റെ സ്റ്റേറ്റ് ചാനൽ ഇത്തരത്തിലുള്ള തോക്ക് കൾച്ചർ പരസ്യമായിട്ട് പ്രചരിപ്പിക്കുന്നത്. അവർ കൊച്ചുകുട്ടികളെന്നല്ല, എല്ലാവർക്കും അവർ പരിശീലനം കൊടുക്കാനാണ് തയ്യാറായിരിക്കുന്നത് IRGC. അതായത് യുദ്ധം തുടങ്ങുമെന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്ന സമയത്ത് അമേരിക്ക ആക്രമണം ഇന്നോ നാളെയോ നടത്തിയേക്കാം എന്നിരുന്ന സാഹചര്യത്തിലാണ് അവർ അതിൻ്റെ തലേ ദിവസം ടെലിവിഷനിലൂടെ ഈ തോക്ക് കൈകാര്യം ചെയ്യുന്ന രീതി പരസ്യപ്പെടുത്തിയത്. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.